വേൾഡ് കപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് ഫൈനലിൽ എത്തിയ സ്പെയിനിന് ഫുട്ബോളിനപ്പുറം രാഷ്ട്രീയപരമായ മതപരമായ വലിയ ഒരു ഹിസ്റ്ററി ഉള്ള രാജ്യമാണ്. സ്പെയിനിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ പല ഘട്ടങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ പ്രധാനമായിട്ടുള്ളത് ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഏറ്റവും സുവർണ കാലഘട്ടത്തിൽ സ്പെയിൻ ഭരിച്ചിരുന്നത് മുസ്ലിം ഭരണാധികാരികളായിരുന്നു. ഇസ്ലാമിക് ഖലീഫത്തിൻ്റെ കീഴിലായിരുന്നു 800 വർഷത്തോളം സ്പെയിൻ. ഇസ്ലാമിക ചരിത്രത്തിൽ അൽ അന്തലുസ് എന്നറിയപ്പെടുന്ന സ്പെയിൻ ദീർഘകാലം ഭരിച്ചത് മുസ്ലിം ഭരണാധികാരികളായിരുന്നു. AD 711 മുതൽ 1492 വരെ ദീർഘമായ 8 നൂറ്റാണ്ട് സ്പെയിൻ ഭരിച്ചിരുന്നത് മുസ്ലിം ഭരണാധികാരികളായിരുന്നു. കാലഘട്ടത്തിൽ ലോകമൊട്ടാകെ പുറംതള്ളിയ ജൂയിഷ് കമ്മ്യൂണിറ്റി സ്വതന്ത്രമായി സ്വസ്ഥതയോടെ ഒരു പെർസിക്യൂഷനും ഇല്ലാതെ ജീവിച്ചു പോകുന്നത് സ്പെയിനിലെ ഈ 8 നൂറ്റാണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 1492 ക്രിസ്ത്യൻ കോൺകസ്റ്റോടുകൂടിയാണ് ഇസ്ലാമിക ഭരണത്തിന് അന്ത്യം കുറിക്കപ്പെടുന്നത്. അവിടെ വെച്ചാണ് ആ എംപയർ അവസാനിക്കുന്നത്. അതിനുശേഷം ക്രിസ്ത്യൻ കോൺകസ്റ്റ് നടത്തുന്നു, അവിടെ ഭരണം പിടിച്ചെടുക്കുന്നു. 1478 മുതൽ 1834 വരെയുള്ള ഏതാണ്ട് 356 വർഷത്തെ സ്പെയിനിൻ്റെ ചരിത്രം വലിയ മതപരിവർത്തനത്തിൻ്റെയും മത സ്വാതന്ത്ര്യ നിഷേധത്തിൻ്റെയും ബ്രൂട്ടൽ അട്രോസിറ്റിയുടെയും കാലഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ വളരെ നിർബന്ധപൂർവമായ മതപരിവർത്തനം, നിർബന്ധപൂർവമായ കാത്തലിക് റിലീജിയൻ അടിച്ചേൽപ്പിക്കുന്ന ഒരു കിരാതമായ കാലഘട്ടമായിരുന്നു സ്പെയിനിൻ്റെ നീണ്ട 350 വർഷം. കൊളോണിയൽ സാംസ്കാരിക അധിനിവേശത്തിൻ്റെ എല്ലാ അടിത്തറയും പാകിയത് ഈ കാലഘട്ടത്തിലായിരുന്നു. പിന്നീടാണ് ആധുനികമായ ഒരു സ്പെയിൻ രൂപപ്പെടുന്നത്. സിൽവർ കണ്ടുപിടിക്കുന്നതോടുകൂടി, സിൽവർ കറൻസിയായി ഉപയോഗിക്കുന്നതോടുകൂടി സ്പെയിൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക മേഖലയിലെ കുതിച്ചുചാട്ടം നടത്തുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിലെ ജനാധിപത്യ കാലഘട്ടത്തിൽ ആ ഭരണത്തിൽ വലിയ ഒരു ഫാഷിസ്റ്റ് ഭരണ തെറുവാഴ്ചക്കും സ്പെയിൻ സാക്ഷിയാവുകയുണ്ടായി. 1930 തുടങ്ങിയ ഫ്രാങ്കോയുടെ ഭരണം ഫാഷിസ്റ്റ് ശൈലിയിലായിരുന്നു. സ്പെയിനിനെ ഫ്രാങ്കോയിൽ നിന്ന് മോചിപ്പിക്കാൻ നടത്തിയ യുദ്ധത്തിൽ പങ്കെടുത്ത, അത് റിപ്പോർട്ട് ചെയ്യാൻ പങ്കെടുത്ത പ്രമുഖരായ ആളുകളുണ്ടായിരുന്നു. ജോർജ് ഓർവെൽ, ഏണസ്റ്റ് ഹെമിംഗ്വേ തുടങ്ങിയ ആളുകളൊക്കെ ആ സ്പെയിനിനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ആ യുദ്ധത്തിൽ ഫ്രാങ്കോയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഫ്രാങ്കോ 1939 മുതൽ 1975 വരെ, തൻ്റെ മരണം വരെ സ്പെയിൻ അടക്കി ഭരിച്ചു. ദേശീയവാദിയായ, ഏകാധിപതിയായി, ഡിക്റ്റേറ്ററായി സ്പെയിൻ ദീർഘകാലം ഭരിക്കാൻ ഫ്രാങ്കോക്ക് സാധിച്ചു. ഫ്രാങ്കോയുടെ മരണത്തിന് ശേഷം കിങ് ജുവാൻ കാർലോസ് ആണ് പിന്നീട് സ്പെയിൻ ഭരിച്ചത്. 1978 സ്പെയിൻ സ്വതന്ത്രമായ ഒരു ജനാധിപത്യ ഭരണഘടനയ്ക്ക് രൂപം നൽകുകയുണ്ടായി. 1982 സ്പെയിൻ നാറ്റോവിൽ ചേർന്നു. 1996 യൂറോപ്യൻ യൂണിയനിൽ സ്പെയിൻ ചേരുന്നത്. ഇന്ത്യക്ക് കാശ്മീർ എന്ന പോലെ സ്പെയിനിലും ഒരു ഇന്റേണൽ ക്ലാഷ് ഉണ്ടായിരുന്നു. സ്വതന്ത്രമായ രാജ്യം വേണമെന്ന് അവകാശപ്പെടുന്ന ഒരു ടെറിട്ടറി സ്പെയിനിലുണ്ട്, അതാണ് കാറ്റലോണിയ. സ്വതന്ത്രമായ രാജ്യമായി മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയ ഒരു പ്രദേശമായിരുന്നു കാറ്റലോണിയ. സ്പെയിനിലെ ഫുട്ബോൾ ടീമിൽ തന്നെ ഈ 2 ഫാക്ടർ നമുക്ക് കാണാൻ കഴിയും. റിയൽ മാഡ്രിഡും ബാർസിലോണയും സ്പാനിഷ് ടീമിന് വേണ്ടി കളിക്കുന്ന 11 പേരിൽ കീ ഫിഗറായിട്ടുള്ള 3 പേർ കാറ്റലോണിയയിൽ പെട്ട ആളുകളാണ്. ലാമിൻ യമാൽ ഉൾപ്പെടെയുള്ള 3 ആളുകളും കാറ്റലോണിയയുടെ പ്രതിനിധികളാണ്. രാജ്യ താല്പര്യത്തിന് വേണ്ടി അവർ ഒന്നിച്ച് ഫുട്ബോൾ കളിക്കുമ്പോഴും ഇന്റേണൽ ക്ലാഷുകൾ ഈ ക്ലബ്ബുകൾക്കിടയിലും കാറ്റലോണിയയും റിയൽ മാഡ്രിഡും തമ്മിലുണ്ട്. ബാർസിലോണയും റിയൽ മാഡ്രിഡും തമ്മിലുണ്ട്. 2 പ്രസിദ്ധമായ ക്ലബ്ബുകളാണ് റിയൽ മാഡ്രിഡും ബാർസിലോണയും. ഫൈനൽ കളിക്കുന്ന സ്പാനിഷ് ടീമിലെ ലാമിൻ യമാലും അർജന്റീനയുടെ മെസ്സിയും തമ്മിൽ വലിയ ഒരു
യാദൃശ്ചിക ബന്ധമുണ്ട്. സ്പാനിഷ് ക്ലബായ ബാർസിലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന 20-കാരനായ മെസ്സി 5 മാസം പ്രായമുള്ള യമാലിനെ കുളിപ്പിക്കുന്ന ഫോട്ടോ വൈറലാവുകയുണ്ടായി. യൂണിസെഫുമായി സഹകരിച്ച് സ്പാനിഷ് മാധ്യമം പുറത്തിറക്കിയ ഒരു കലണ്ടറിൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു 2007 ഡിസംബറിൽ നടന്നത്. സ്പാനിഷ് ക്ലബായ ബാർസലോണയുടെ യുവതാരമായിരുന്നു മെസ്സി. 20 വയസ്സുകാരനായ മെസ്സി ഈ ഫോട്ടോക്ക് പോസ് ചെയ്യുമ്പോൾ യമാലിൻ്റെ പ്രായം 5 മാസമായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് വേണ്ടി ജവാൻ മോർഫട്ട് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയതായിരുന്നു ഈ ചിത്രം. ലാമിൻ യമാലിൻ്റെ പഴയ ഈ ചിത്രം അദ്ദേഹത്തിൻ്റെ പിതാവ് മുനീർ നെസ്രോയി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ചിത്രം വൈറലാകുന്നത്. ഫുട്ബോളിലെ മികവ് പോലെ സ്പെയിൻ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും വലിയ ചർച്ചയാണ്. നാറ്റോയുമായി സഹകരിച്ച് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക യുദ്ധം നടത്തുമ്പോൾ സൈന്യത്തെ അയച്ച് സഹായിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ പെഡ്രോ സാഞ്ചസ് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. ഇറാൻ യുദ്ധം അനാവശ്യമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറായ ആളാണ് സ്പാനിഷ് പ്രൈം മിനിസ്റ്റർ പെഡ്രോ സാഞ്ചസ്. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ നിലപാടെടുക്കാനും പെഡ്രോ സാഞ്ചസ് തയ്യാറായി. വംശഹത്യക്കെതിരെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ നടക്കുന്ന കേസിൽ പങ്കുചേരാനും കക്ഷിയാകാനും സ്പെയിൻ തയ്യാറായി. ഇത്തരം ധീരമായ നിലപാടുകൾ ലോകത്ത് വലിയ വാർത്ത സൃഷ്ടിച്ചു. അമേരിക്കൻ എംപീരിയലിസത്തിനെതിരെ സോഷ്യലിസ്റ്റ് നേതാക്കളുടെ കൂട്ടായ്മ ഉണ്ടാക്കുവാനും പെഡ്രോ സാഞ്ചസ് തയ്യാറായി. ബ്രസീലിലെ ലൂല ഡി സെൽവ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ വിളിച്ചു ചേർത്തുകൊണ്ടായിരുന്നു അത്തരം ഒരു നീക്കത്തിന് പെഡ്രോ സാഞ്ചസ് തയ്യാറായത്. ഒലിവ് ഓയിൽ മിക്കവാറും നിർമ്മിക്കപ്പെടുന്നത് സ്പെയിനിൽ നിന്നാണ്. ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ വീണ്ടും യൂറോപ്യൻ വേഴ്സസ് ലാറ്റിൻ അമേരിക്ക എന്ന സമവാക്യത്തിലെത്തിക്കാൻ സ്പെയിനിന് സാധിച്ചു.